പേരോ ഭൂതകാലമോ വ്യക്തമായിട്ടറിയാത്ത, എവിടെ നിന്ന് വന്നു എന്നുപോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരു അവ്യക്തമായ കഥാപാത്രം. അയാൾക്ക് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയമോ ആശയമോ ഒന്നുമില്ല. ലോകം എന്നത് വലിയൊരു തമാശയാണെന്നും നമ്മൾ കാണുന്ന ഈ നിയമങ്ങളും ചിട്ടകളുമെല്ലാം വെറും നാടകമാണെന്നും ഏതൊരു സാധാരണ മനുഷ്യനും ഒരു മോശം ദിവസത്തിലൂടെ കടന്നുപോയാൽ തന്നെപ്പോലെയായി തീരുമെന്നും മാത്രമാണ് അയാൾ വിശ്വസിക്കുന്നത്. മുഖത്തെപ്പോഴും ചായം തേച്ച് നടക്കുന്ന അയാൾ ഒട്ടും തമാശയല്ലാത്ത കാര്യങ്ങൾ കണ്ട് ഉറക്കെ ചിരിക്കും. സിനിമയുടെയും കോമിക്സുകളുടെയും ചരിത്രമെടുത്താൽ പല കാലഘട്ടത്തിൽ അയാൾ പലതായിരുന്നു. ചിലപ്പോൾ ചീട്ടുകളിയുടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് കൊലപാതകം നടത്തുന്ന ഒരു സീരിയൽ കില്ലർ, മറ്റു ചിലപ്പോൾ ടെലിവിഷൻ പരിപാടികളിൽ വന്ന ആളുകളെ പറ്റിക്കുന്ന ഒരു സാധാരണ പ്രാങ്സ്റ്റർ, വേറെ ചിലപ്പോൾ വലിയൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു നിഹിലിസ്റ്റ് ഫിലോസഫർ, അതുമല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ മനുഷ്യരെ സംരക്ഷിക്കാൻ ഒരു സിസ്റ്റം പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ജീവിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. ഇതുവരെ 3 വ്യത്യസ്ത നടന്മാർ 3 വ്യത്യസ്ത സിനിമകളിൽ ഇയാളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പ്രകടനത്തിന് അക്കാഡമി അവാർഡ് അഥവാ ഓസ്കാർ ലഭിച്ചു എന്നുള്ളതാണ്. സിനിമയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ മറ്റൊരു കഥാപാത്രത്തിന്, അത് ഹീറോ ആയിക്കൊള്ളട്ടെ വില്ലനാകട്ടെ, ഷേക്സ്പിയർ കഥാപാത്രങ്ങളോ മാർവൽ സൂപ്പർ ഹീറോ ആകട്ടെ, ഇങ്ങനെയൊരു നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ ഏറ്റവും പുതിയ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് അമേരിക്കയിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ FBI രാജ്യത്തെ മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഒരു ഒഫീഷ്യൽ മുന്നറിയിപ്പ് കൊടുക്കുകയുണ്ടായി. ആ സിനിമയിൽ അത്രത്തോളം വയലൻസ് ഉണ്ടായിരുന്നത് കൊണ്ടല്ല, മറിച്ച് ആ സിനിമ കാണാൻ വരുന്ന ആളുകൾ ഏത് തരത്തിലുള്ളവരായിരിക്കും, അതവരിൽ എന്ത് സ്വാധീനമുണ്ടാക്കും എന്ന ഭയം കൊണ്ടായിരുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ മെൻ്റൽ ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ സിനിമയെ പരസ്യമായി വിമർശിക്കുകയും സിനിമ തുടങ്ങുന്നതിന് മുൻപ് മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ വീഡിയോകൾ തിയേറ്ററുകളിൽ നിർബന്ധമായും കാണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. യഥാർത്ഥ ജീവിതത്തിൽ ഇത്തരത്തിലൊരു വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ ഈ സിനിമ റിലീസ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട് സ്റ്റുഡിയോകൾക്ക് കത്തയച്ചു. സിനിമ റിലീസ് ചെയ്ത ആദ്യത്തെ ദിവസം അമേരിക്കയിലെ പല സിനിമാ തിയേറ്ററുകളിലും തോക്കേന്ത്യ പോലീസുകാർ കാവൽ നിന്നിട്ടുണ്ട്. ഇത്രയൊക്കെ നടന്നിട്ടും 10 കോടിയിലധികം ആളുകൾ ടിക്കറ്റ് എടുത്ത് ഈ സിനിമ കണ്ടു. അയാളുടെ പേരാണ് ജോക്കർ. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ കഥാപാത്രത്തെക്കുറിച്ചല്ല, മറിച്ച് ഈ കഥാപാത്രം എന്താണ് വെളിപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ച് കൂടിയാണ്. ഹോളിവുഡിനെക്കുറിച്ച്, പണത്തെക്കുറിച്ച്, അധികാരത്തെക്കുറിച്ച്, മനുഷ്യരുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച്, ഒരു സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കാത്ത മാന്ത്രിക ശക്തികളില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും ലാഭകരമായ, ഏറ്റവും കൂടുതൽ പഠനവിധേയമായ, ആളുകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വില്ലനായി മാറുമ്പോൾ അത് നമ്മളോട് പറയുന്ന സത്യത്തെക്കുറിച്ച്. എല്ലാം കൃത്യമായി നടക്കുന്നു എന്ന് നടിക്കുന്നത് നിർത്തിയ ഒരു മനുഷ്യൻ്റെ കഥയാണത്. Some men aren't looking for anything logical like money. They can't be bought, bullied, reasoned or negotiated with. Some men just want to watch the world burn. വർഷം 1940. സ്ഥലം ന്യൂയോർക്ക് നഗരം. ജെറി റോബിൻസൺ എന്നു പേരുള്ള 17 വയസ്സുകാരനായ ഒരു ആർട്ടിസ്റ്റ് ബാറ്റ്മാൻ എന്ന പുതിയ കോമിക്സ് കഥാപാത്രത്തിന് വേണ്ടി ചിത്രങ്ങൾ വരയ്ക്കുന്ന ജോലി ചെയ്യുകയാണ്. വളരെ ചെറുപ്പവും കഴിവുമുള്ള അവന് ഒരു വില്ലൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് എപ്പോഴും നല്ല ചിന്തയുണ്ടായിരുന്നു. ബാറ്റ്മാന് അന്ന് വരെ ഉണ്ടായിരുന്ന ശത്രുക്കളെല്ലാം സാധാരണക്കാരായിരുന്നു എന്നതായിരുന്നു പ്രധാന പ്രശ്നം. അവർ വെറും ഗുണ്ടകളോ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ക്രിമിനൽ സയൻറ്റിസ്റ്റുകളോ ഒക്കെ ആയിരുന്നു. അവരെല്ലാം ബാറ്റ്മാൻ്റെ മുന്നിൽ വെറും തടസ്സങ്ങൾ മാത്രമാണ്, അല്ലാതെ ശക്തമായ ഒരു ഫിനോമിനൻ, ഒരു പ്രതിഭാസമൊന്നും ആയിരുന്നില്ല. റോബിൻസണ് അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും സൃഷ്ടിക്കണം. ബാറ്റ്മാന് വെറുമൊരു തടസ്സമാകാത്ത, ബാറ്റ്മാൻ്റെ ആശയങ്ങൾക്ക് നേർ വിപരീതമായി നിൽക്കുന്ന അയാളുടെ ഒരു ഡാർക്ക് റിഫ്ലക്ഷനായ ഒരു വില്ലൻ. അവനൊരു ചീട്ട് വരച്ചു, അതിലെ ഒരു ജോക്കർ കാർഡ്. എല്ലാ കളികളുടെയും നിയമങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന ആ ഒരു വൈൽഡ് കാർഡിനെ അടിസ്ഥാനമാക്കി ഒരു കഥാപാത്രത്തെ അങ്ങനെ സൃഷ്ടിക്കാൻ തുടങ്ങി. ബാറ്റ്മാനെ സൃഷ്ടിച്ച എഴുത്തുകാരനായിട്ടുള്ള ബിൽ ഫിംഗർ ഇതിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. 1928 പുറത്തിറങ്ങിയ ദ മാൻ ഹൂ ലാവ്സ് എന്ന സൈലന്റ് സിനിമയിലെ കോൺറാഡ് വെയ്റ്റ് എന്ന നടൻ്റെ ഒരു ഫോട്ടോ ആയിരുന്നു അത്. ശസ്ത്രക്രിയയിലൂടെ മുഖം വികൃതമാക്കപ്പെട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ വിധിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു അത്. മുഖത്ത് എപ്പോഴും സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴും അയാളുടെ കണ്ണുകൾ പറയുന്നത് മറ്റൊരു കഥയാണ്.
ഈ ടീമിലെ മൂന്നാമത്തെ ആളായിട്ടുള്ള ബോബ് കെയ്ൻ ഈ കഥാപാത്രത്തെ എങ്ങനെ കൊമേഴ്സ്യലായി വിജയിപ്പിക്കാം എന്നതിലാണ് ശ്രദ്ധിച്ചത്. എന്നാൽ ഈ 3 പേരും ജീവിതകാലം മുഴുവൻ ഈ പർട്ടിക്കുലർ കഥാപാത്രത്തിൻ്റെ ക്രെഡിറ്റിന് വേണ്ടി തർക്കിച്ചുകൊണ്ടേയിരുന്നു. താൻ മരിക്കുന്നത് വരെ റോബിൻസണിൻ്റെ സംഭാവനകളെ കെയ്ൻ അംഗീകരിച്ചില്ല. റോബിൻസൺ ആകട്ടെ അവസാന ശ്വാസം വരെ തൻ്റേതാണ് ആശയമെന്ന് വാദിച്ചു. ബാറ്റ്മാനെ സൃഷ്ടിച്ചിട്ടും പതിറ്റാണ്ടുകളോളം യാതൊരു ഔദ്യോഗിക ക്രെഡിറ്റും ലഭിക്കാതിരുന്ന ഫിംഗർ ഈ തർക്കത്തിനൊരു പരിഹാരമാകുന്നതിന് മുൻപ് തന്നെ മരിച്ചുപോയി. 2011 ആയപ്പോൾ ഈ 3 പേരും ഈ ലോകത്തില്ല. ജോക്കറിനെ യഥാർത്ഥത്തിൽ ആരാണ് സൃഷ്ടിച്ചത് എന്ന തർക്കം അതുകൊണ്ട് ഇന്ന് വരെ അവസാനിച്ചിട്ടില്ല എന്ന് പറയാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യം, സ്വന്തമായി ഒരു കൃത്യമായി ഭൂതകാലമില്ലാത്തൊരു കഥാപാത്രത്തിന് ഇതിനും മികച്ച ഒരു തുടക്കം ലഭിക്കാനില്ല എന്നതാണ്. യാതൊരു പരിഹാരവും ഇല്ലാത്തൊരു തർക്കത്തിൽ നിന്നാണ് ജോക്കർ ജനിക്കുന്നത്. അവന് വ്യക്തമായൊരു അച്ഛനില്ല, അപൂർണമായാണ് അവൻ വരുന്നത്, എന്നിട്ടും അവൻ എക്സിസ്റ്റ് ചെയ്യുന്നു. 1940 ഏപ്രിൽ 25 പ്രസിദ്ധീകരിച്ച ബാറ്റ്മാൻ 1-ാം ലക്കത്തിലാണ് ജോക്കർ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യത്തെ കഥയിൽ തന്നെ ഗോതം സിറ്റിയിലെ 3 പ്രമുഖരെ താൻ കൊല്ലുമെന്ന് അയാൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ആദ്യത്തെ ആളെ പോലീസ് സംരക്ഷിക്കുന്നുണ്ടെങ്കിലും അയാൾ മരിക്കുന്നു. കാരണം ജോക്കർ അയാൾക്ക് നേരത്തെ തന്നെ വിഷം കൊടുത്തിരുന്നു. തൻ്റെ ആദ്യത്തെ 1 ഡസൻ വരവുകളിൽ തന്നെ ഏകദേശം 30 പേരെയാണ് ജോക്കർ കൊല്ലുന്നത്. തുടക്കത്തിൽ തന്നെ അയാൾ ഒരു സീരിയൽ കില്ലർ ആയിരുന്നു. ജോക്കർ വെനം എന്നൊരു രാസവസ്തുവാണ് അയാൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇതുപയോഗിച്ച് കൊല്ലപ്പെടുന്ന ആളുകളുടെ മുഖത്ത് ഭയാനകരമായിട്ടുള്ളൊരു ചിരി എക്കാലത്തേക്കുമായി നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് മരണം. അയാൾ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു കഥാപാത്രമായിരുന്നു. അതിൽ യാതൊരുവിധ കോമഡി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെയാണ് ചരിത്രം മാറുന്നത്. സ്ഥിരം ഒരേ വില്ലൻ വന്നുകൊണ്ടിരുന്നാൽ ബാറ്റ്മാൻ ഒരു കഴിവില്ലാത്തവനാണ് എന്ന് വായനക്കാർ കരുതുമെന്ന് ഭയന്ന് 2-ാമത്തെ കഥയിൽ തന്നെ ജോക്കറിനെ കൊന്നുകളയാൻ ബിൽ ഫിംഗർ തീരുമാനിച്ചു. എഡിറ്ററുടെ പേന ചലിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ മറ്റൊരു ചിത്രം കൂടി എഡിറ്റർ അതിൽ വരച്ചു ചേർത്തു. ജോക്കർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ചിത്രം. ഒരു എഡിറ്ററുടെ ഒരൊറ്റ തീരുമാനത്തിലൂടെയാണ് ചരിത്രത്തിൻ്റെ ഗതി മാറുന്നത്. ആ തർക്കത്തിൽ ബിൽ ഫിംഗർ വിജയിച്ചിരുന്നെങ്കിൽ ഇന്ന് ജോക്കർ കണ്ടിന്യൂ ചെയ്യുമായിരുന്നില്ല. ഹീത്ത് ലെഡ്ജറുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം ഉണ്ടാകുമായിരുന്നില്ല. $1 ബില്യൺ സിനിമകളോ FBI വാണിംഗോ ഓസ്കാർ നോമിനേഷനോ അവാർഡുകളോ ഒന്നും കിട്ടില്ല. 21-ാം നൂറ്റാണ്ടിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ ആ ഫിലോസഫി എങ്കിൽ ജനിക്കുമായിരുന്നില്ല. ജോക്കറിനെ നിലനിർത്താൻ ഒരൊറ്റ എഡിറ്റർ തീരുമാനിച്ചു. പക്ഷേ പിന്നീട് സംഭവിച്ചതെല്ലാം, അതായത് ഓരോ ഡോളറും ഓരോ കൊലപാതകവും ഓരോ പ്രകടനവും ആ ഒരൊറ്റ നിമിഷത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയാം. 1940-കളിൽ ജോക്കർ ഒരു വലിയ ഭീഷണിയായി തന്നെ തുടർന്നു. എന്നാൽ പിന്നീട് വളരെ വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. 1954 ഫ്രെഡറിക് വെർത്തം എന്നൊരു സൈക്യാട്രിസ്റ്റ് സെഡക്ഷൻ ഓഫ് ദ ഇന്നസെൻ്റ് എന്ന് പറയുന്നൊരു പുസ്തകം എഴുതി. അത് പ്രസിദ്ധീകരിച്ച സമയത്ത് വയലൻസ് നിറഞ്ഞ കോമിക്സുകൾ അമേരിക്കൻ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള രീതിയിൽ ഉള്ളടക്കം വന്നിരുന്നു. ഇത് വലിയൊരു വിവാദത്തിന് തന്നെ തിരികൊളുത്തി. അമേരിക്കൻ കോൺഗ്രസ് ഇതിൽ ഇടപെടുകയും സർക്കാർ നിയന്ത്രണങ്ങൾ വരുമെന്ന് ഭയന്ന കോമിക്സ് വ്യവസായം സ്വയം നിയന്ത്രിക്കുന്നതിന് വേണ്ടി കോമിക്സ് കോഡ് അതോറിറ്റി, അതായത് CCA എന്നൊരു സിസ്റ്റം കൊണ്ടുവരികയും ചെയ്തു. കോമിക്സുകൾ എന്ത് കാണിക്കാം, എന്തൊക്കെ കാണിക്കാൻ പാടില്ല എന്നൊക്കെ അവർ കർശനമായിട്ട് അതിൽ തീരുമാനിച്ചു വെച്ചു. വയലൻസ് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തു. കുറ്റകൃത്യങ്ങൾ ആകർഷകമായി തോന്നുകയോ വില്ലന്മാരോട് സഹതാപം തോന്നുകയോ ചെയ്യുന്നതൊക്കെ തന്നെ നിരോധിക്കപ്പെട്ടു. ഈ കോമിക്സ് കോഡ് ജോക്കറിൻ്റെ ഇരുണ്ട സ്വഭാവത്തെ ഇല്ലാതാക്കി 1950-ന്റെ പകുതി മുതൽ 70-കളുടെ തുടക്കം വരെ ജോക്കറിനെ ഒരു സാധാരണ പ്രാങ്ക് ചെയ്യുന്ന ആളായിട്ടോ കൊമേഡിയനായിട്ടോ ഒക്കെ ആക്കി മാറ്റി. അയാളെ കൊണ്ട് ആർക്കും ഒരു ദോഷവുമില്ല എന്ന അവസ്ഥയെത്തി. അങ്ങനെ 1966-ൽ ആദം വെസ്റ്റ് അഭിനയിച്ച ബാറ്റ്മാൻ ടെലിവിഷൻ സീരീസ് വരികയുണ്ടായി. സീസർ റൊമേറോ എന്ന നടൻ പർപ്പിൾ നിറത്തിലുള്ള സ്യൂട്ടൊക്കെ ധരിച്ച് കുട്ടികളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ഒരു ജോക്കറായി മാറി. ഈ കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. സീസർ റൊമേറോ ജോക്കറായിട്ട് അഭിനയിക്കുമ്പോൾ തൻ്റെ മീശ അടിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മീശയ്ക്ക് മുകളിലൂടെ വെളുത്ത പെയിന്റ് അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ പെയിന്റിന് താഴെയുള്ള മീശ നമുക്ക് കാണാൻ പറ്റും. ഒരു കാലത്ത് DC കോമിക്സിലെ ഏറ്റവും ഭയാനകരമായിട്ടുള്ള വില്ലനായിരുന്നു അവൻ. 1966 ആയപ്പോഴേക്കും മീശയ്ക്ക് മീതെ പെയിന്റ് അടിച്ച് കുട്ടികളെ ചിരിപ്പിക്കുന്ന വെറും ഒരു കോമാളിയായി. അത്രത്തോളം ഈ കഥാപാത്രങ്ങളെ അവർ കോംപ്രമൈസ് ചെയ്തു. എന്നാൽ 1973 എത്തിയപ്പോൾ എഴുത്തുകാരനായിട്ടുള്ള ഡെന്നിസ് ഒനീലും ആർട്ടിസ്റ്റായ നീൽ ആഡംസും ചേർന്ന് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജോക്കറിനെ തിരികെ കൊണ്ടുവന്നു. 30 വർഷങ്ങൾക്ക് ശേഷം ജോക്കർ വീണ്ടും കൊലപാതകങ്ങൾ ചെയ്യാൻ തുടങ്ങി. കോമിക്സ് കോഡിൽ ചില മാറ്റങ്ങൾ വരാനുള്ള സാഹചര്യം ഉണ്ടായി.
വിയറ്റ്നാം വാറിന് ശേഷമുള്ള അമേരിക്കൻ അവസ്ഥ, വാട്ടർഗേറ്റ് വിവാദം തുടങ്ങിയവയൊക്കെ തന്നെ കാലഘട്ടത്തിനനുസരിച്ച് ജനങ്ങൾ മറ്റൊരു കഥ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് എത്തി. അങ്ങനെ ആ പ്രാങ്സ്റ്റർ മരിക്കുകയും പഴയ കൊലയാളി തിരിച്ചെത്തുകയും ചെയ്തു. എന്നിട്ടോ 1988 തന്നെ എല്ലാ കാര്യവും മലക്കം മറിഞ്ഞു. കോമിക്സ് ലോകത്തെ എക്കാലത്തെ മികച്ച എഴുത്തുകാരനായ അലൻ മൂർ ആർട്ടിസ്റ്റ് ബ്രയാൻ ബോളണ്ടുമായി ചേർന്ന് ബാറ്റ്മാൻ ദ കില്ലിംഗ് ജോക്ക് എന്നൊരു പുസ്തകം പുറത്തിറക്കി. ഇതായിരുന്നു ആ കഥ. ജോക്കർ കമ്മീഷണർ ഗോർഡനെ തട്ടിക്കൊണ്ടുപോകുന്നു. ബാർബറ ഗോർഡന്റെ നട്ടെല്ലിനെ വെടിവെക്കുന്നു. അവരുടെ ഏറ്റവും ദുർബലമായ അവസ്ഥയിൽ ഫോട്ടോകൾ എടുക്കുകയും ചെയ്യുന്നു. ഒരൊറ്റ കാര്യം തെളിയിക്കാൻ വേണ്ടിയാണ് ജോക്കർ ഇതെല്ലാം ചെയ്യുന്നത്. എത്ര വലിയ സദാചാരവാദിയായ മനുഷ്യനും ആവശ്യത്തിന് സൈക്കോളജിക്കൽ എഫക്റ്റുകൾ അല്ലെങ്കിൽ മാനസിക ആഘാതം ഉണ്ടാവുകയാണെങ്കിൽ തകരുമെന്ന് തെളിയിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഒരൊറ്റ മോശം ദിവസം മതി ഏതൊരു സാധാരണക്കാരനെയും ജോക്കറിനെ പോലെ ആക്കി മാറ്റാൻ എന്നതായിരുന്നു അയാളുടെ തിയറി. പക്ഷെ ഗോർഡൻ തളർന്നില്ല. എന്നാൽ ഈ കഥയുടെ യഥാർത്ഥ ശക്തി കിടക്കുന്നത് അങ്ങനെയല്ല. അത് ജോക്കറിൻ്റെ ഭൂതകാലം പറയുന്ന ഭാഗത്താണ്. അത് എഴുതിയ അലൻ മൂറിന് പോലും പിന്നീട് സംശയം തോന്നിയ ഒരു ഭാഗമായിരുന്നു അത്. ദ കില്ലിംഗ് ജോക്കിൽ ജോക്കർ മുമ്പ് ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനായിരുന്നു. ഗർഭിണിയായ ഒരു ഭാര്യയും തലയ്ക്ക് മുകളിൽ കടവുമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. പണത്തിന് വേണ്ടി താൻ മുമ്പ് ജോലി ചെയ്തിരുന്ന കെമിക്കൽ പ്ലാന്റിലേക്ക് ഒരു സംഘം ക്രിമിനലുകളെ കൊണ്ടുപോകാനായിട്ട് അയാൾ സമ്മതിക്കുന്നു. റെഡ് ഹുഡ് എന്നൊരു ക്രിമിനലിൻ്റെ വേഷത്തിലാണ് അയാൾ അവിടെ എത്തുന്നത്. എന്നാൽ ഇതിനിടയിൽ അയാളുടെ ഭാര്യ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നുണ്ട്. അയാൾക്ക് പിന്മാറാൻ പറ്റുമായിരുന്നില്ല. ബാറ്റ്മാൻ അയാളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അയാൾ ഒരു കെമിക്കൽ ടാങ്കിലേക്ക് വീഴുകയുണ്ടായി. പിന്നീട് പുറത്തേക്ക് വരുന്നത് വെളുത്ത ചർമ്മവും പച്ച നിറത്തിലുള്ള മുടിയും മായാത്തൊരു ചിരിയുമായിട്ടാണ്. ആ രാസവസ്തുക്കളും അതിനൊപ്പം അനുഭവിച്ച മാനസിക ആഘാതവും അയാളെ പൂർണ്ണമായും ഒരു ഭ്രാന്തനാക്കി മാറ്റി. വളരെ സങ്കടകരമായിട്ടുള്ളൊരു കഥയാണത്. അത് വായനക്കാരിൽ വലിയൊരു സഹതാപം ഉണ്ടാക്കും. പക്ഷെ അലൻ മൂർ അവിടെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. ജോക്കർ തന്നെ ബാറ്റ്മാനോട് പറയുന്നുണ്ട് ഒരു കാര്യം. തൻ്റെ ഭൂതകാലം എപ്പോഴും ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന്. അയാൾ പറയുന്നതെല്ലാം കള്ളമായിരിക്കാം. യഥാർത്ഥത്തിൽ തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് തന്നെ അറിയില്ലായിരിക്കാം. അയാൾ വലിച്ചെറിഞ്ഞ ആ സാധാരണ ജീവിതം പോലെ തന്നെ അയാളുടെ ഭൂതകാലവും വെറുമൊരു കെട്ടുകഥയായിരിക്കാം. മൂർ ഒരു കഥാപാത്രത്തിന് ഒരു ഭൂതകാലം കൊടുക്കുകയും അടുത്ത നിമിഷം തന്നെ അത് തെറ്റാണെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. അയാളൊരു ചരിത്രം ഉണ്ടാക്കി, എന്നിട്ട് ആ ചരിത്രത്തിൻ്റെ സത്യസന്ധതയെ ഇല്ലാതാക്കി. ഇതിലൂടെ ഒരു സാധാരണ ഒറിജിനൽ സ്റ്റോറിക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു കാര്യമാണ് മൂർ ഉണ്ടാക്കി വെച്ചത്. ജോക്കറിൻ്റെ രഹസ്യ സ്വഭാവത്തെ അയാൾ ശാശ്വതമാക്കി, എന്നേക്കുമായി അങ്ങനെയാക്കി മാറ്റി. ഇനി വരാനിരിക്കുന്ന ഏത് എഴുത്തുകാരനും ഏത് സംവിധായകനും ഏത് നടനും എന്ത് തരം കഥ കൊണ്ടുവന്നാലും ജോക്കർ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഭൂതകാലം ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആണെന്ന്. ഏത് വേർഷനും അവിടെ സാധ്യമാണ്. എന്നാൽ ഒന്നും യാഥാർത്ഥ്യവുമല്ല. ആ കഥാപാത്രത്തെ പൂർണ്ണമായും വിശദീകരിക്കാൻ കഴിയില്ല എന്നതാണ് അയാളുടെ ഏറ്റവും വലിയ ശക്തി. ആ ഒരു അനിശ്ചിതത്വമാണ് അയാളെ ഇത്രയും കാലം നിലനിർത്തിയത്. വർഷം 1989. വാർണർ ബ്രദേഴ്സിന് വേണ്ടി ബാറ്റ്മാൻ സിനിമ സംവിധാനം ചെയ്യാൻ ടിം ബർട്ടൺ തയ്യാറെടുക്കുന്ന സമയം. ഈ സിനിമ വിജയിക്കുമോ എന്ന് സ്റ്റുഡിയോയ്ക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. കാരണം 1989 സൂപ്പർ ഹീറോ സിനിമകൾ അത്ര വലിയ സംഭവമൊന്നുമല്ല. ആ ജോണറിന് അന്ന് വലിയ മാർക്കറ്റും ഉണ്ടായിരുന്നില്ല. പ്രേക്ഷകർ ഇത് സ്വീകരിക്കുമോ എന്നുള്ളത് തോന്നലുകൾ മാത്രമായിരുന്നു. കാരണം റിസ്ക് ഭീകരമാണ്. എന്നാൽ ബർട്ടൺ എടുത്ത 2 തീരുമാനങ്ങൾ 2 അബദ്ധമാണെന്ന് സ്റ്റുഡിയോ കരുതിയിരുന്നു. ഒന്ന്, ബാറ്റ്മാൻ്റെ കാസ്റ്റിംഗ്. മൈക്കൽ കീറ്റൺ എന്ന നടനുണ്ട്. മിസ്റ്റർ ബോം, ബീറ്റിൽ ജ്യൂസ് തുടങ്ങിയ കോമഡി സിനിമകളിലൂടെ മാത്രം അറിയപ്പെട്ടിരുന്ന ഒരു നടൻ. 50 വർഷമായി ആരാധകർ മനസ്സിൽ കണ്ടിരുന്ന ആ മസിൽമാനായിട്ടുള്ള ബാറ്റ്മാനിൽ നിന്നും വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് ഇവിടെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. പരാതികൾ നൽകപ്പെട്ടു. സ്റ്റുഡിയോയ്ക്ക് ഏകദേശം 50,000-ഓളം പ്രതിഷേധ കത്തുകൾ എത്തി എന്നാണ് പറയുന്നത്. രണ്ടാമത്തേതാണ് ജോക്കറിൻ്റെ കാസ്റ്റിംഗ്, ജാക്ക് നിക്കോൾസൺ. എന്നാൽ ഇതിനെതിരെ ആരും പ്രതിഷേധിച്ചില്ല. കാരണം ജാക്ക് നിക്കോൾസൺ എന്ന് പറഞ്ഞാൽ ചൈന ടൗൺ, വൺ ഫ്യൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ്, ദ ഷൈനിങ് തുടങ്ങിയ സിനിമകളിലൂടെ 2 ഓസ്കാർ അവാർഡുകൾ നേടിയ ആ ഒരു കാലഘട്ടത്തിലെ ഹോളിവുഡിലുള്ള ഏറ്റവും പ്രശസ്തനായ നടനാണ്. ഒരു സിനിമയ്ക്ക് അദ്ദേഹം വാങ്ങിയിരുന്ന ഏറ്റവും കുറഞ്ഞ പ്രതിഫലം എന്ന് പറയുന്നത് $10 മില്യൺ ആയിരുന്നു. 1980 മുതൽ വാർണർ ബ്രദേഴ്സിന് ജോക്കറിൻ്റെ റോളിലേക്ക് നിക്കോൾസനെ വേണം. 1986 പ്രൊഡ്യൂസറായ ജോൺ പീറ്റേഴ്സ് അദ്ദേഹത്തിനോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. തനിക്ക് മാർക്കറ്റിലുള്ള വില എന്താണെന്ന് നിക്കോൾസന് നന്നായി കൃത്യമായി അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വിചിത്രമായൊരു കാര്യം ചെയ്തു. തൻ്റെ പ്രതിഫലം കുറച്ചു. ഏകദേശം $6 മില്യൺ മതി പ്രതിഫലം എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് യൂഷ്വലി അദ്ദേഹം വാങ്ങിക്കുന്നതിനേക്കാൾ $4 മില്യൺ കുറവ്. എന്നാൽ അതിന് പകരമായി ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ലഭിക്കുന്ന ലാഭത്തിൻ്റെ 1% തനിക്ക് തരണം.
ജോക്കർ കഥാപാത്രത്തിൻ്റെ രൂപത്തിലുള്ള കളിപ്പാട്ടങ്ങൾ, വസ്ത്രങ്ങൾ, പോസ്റ്ററുകൾ തുടങ്ങി എന്ത് സാധനം വിറ്റാലും അതിൽ നിന്ന് ഒരു വിഹിതം തനിക്ക് കിട്ടണം. ഇനി ഭാവിയിൽ ബാറ്റ്മാൻ്റെ തുടർച്ചയായി എന്ത് സിനിമ വന്നാലും അതിൽ താൻ അഭിനയിച്ചില്ലെങ്കിൽ കൂടി തനിക്ക് പണം കിട്ടണം. തൻ്റെ ഷൂട്ടിംഗ് സമയം താൻ തന്നെ തീരുമാനിക്കും. അതുപോലെ തന്നെ ലോസ് ഏഞ്ചലസ് ലോക്കേഴ്സിൻ്റെ എല്ലാ ഹോം ഗെയിമുകളും കാണാൻ അവധി വേണം. സൈറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരികെ വരാൻ കൃത്യമായിട്ടുള്ള സമയം അനുവദിക്കണം. സ്റ്റുഡിയോ ഇതെല്ലാം സമ്മതിച്ചു. കാരണം അവർക്ക് വേറെ വഴിയില്ല. ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് കിട്ടണമെങ്കിൽ നിക്കോൾസന്റെ പേര് പോസ്റ്ററിൽ വേണമല്ലോ. 1989 ബാറ്റ്മാൻ റിലീസ് ചെയ്തു. സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അതൊരു വലിയ സംഭവമായി മാറി. വെറും കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബാറ്റ്മാൻ ലോഗോ മാത്രമുള്ള ആ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ അത് ഹോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറി. ലോകമെമ്പാടുമായി ആ സിനിമ $400 മില്യൺ കളക്ട് ചെയ്തു. അക്കാലത്ത് ഏറ്റവും കൂടുതൽ പണം വാരിയ 6ാമത്തെ സിനിമയായിട്ടത് മാറി. സിനിമയിലുടനീളം വെറും 585 വാക്കുകൾ മാത്രം സംസാരിച്ച ജാക്ക് നിക്കോൾസൺ പണം എണ്ണി തുടങ്ങി. സിനിമ റിലീസ് ചെയ്ത് 5 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 1994 നിക്കോൾസൺ ഈ ഒരൊറ്റ സിനിമയിൽ നിന്ന് മാത്രമായി ഉണ്ടാക്കിയത് $60 മില്യൺ. അതും ഇന്നത്തെ പണപ്പെരുപ്പമൊന്നും കൂട്ടാതെയാണ് ഞാൻ പറയുന്നത്. ഹോം വീഡിയോ, കേബിൾ TV, സ്ട്രീമിംഗ്, മെർച്ചൻഡൈസ് എന്നിവയിൽ നിന്നുള്ള വരുമാനം വേറെയാണ്. അദ്ദേഹം അങ്ങനെ ആകെ ഉണ്ടാക്കിയ തുക $60 മില്യൺ മുതൽ $90 മില്യൺ വരെ ആയിരിക്കാം എന്നാണ് കണക്കാക്കുന്നത്. വെറും 585 വാക്കുകൾക്കാണിത്. അതായത് അദ്ദേഹം സംസാരിച്ച ഓരോ വാക്കിനും ഏകദേശം $1,64,000 കൈപ്പറ്റി. ഹോളിവുഡിൽ ഇതുവരെ ഒരു സിനിമയ്ക്ക് ഒരു നടനും ഇത്രയും വലിയ പ്രതിഫലം വാങ്ങിച്ച ചരിത്രമില്ല. ഈ റെക്കോർഡ് ആരും ഇതുവരെയും തകർത്തിട്ടില്ല. ടോം ക്രൂസോ, ടോം ഹാങ്സോ, എന്തിന് മാർവൽ സിനിമകളിൽ റോബർട്ട് ഡൗണി ജൂനിയർ വാങ്ങിയ പ്രതിഫലം പോലും 1989 നിക്കോൾസൺ ഉണ്ടാക്കിയ ഈ ഒരു പർട്ടിക്കുലർ ഡീലിൻ്റെ ഒരു സ്റ്റൈൽ പിടിച്ചിട്ടുള്ളതാണ്. ജോക്കറായി അഭിനയിച്ചതിലൂടെ ഹോളിവുഡിൻ്റെ പ്രതിഫലത്തിൻ്റെ കണക്കുകൾ തന്നെ ജാക്ക് നിക്കോൾസൺ മാറ്റി എഴുതി. എന്നാൽ ഈ സിനിമയിൽ നിന്നും പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് പാഠം അതല്ല. വാണിജ്യപരമായി ഈ സിനിമ എന്താണ് ചെയ്തതെന്ന് നോക്കിയേ. സിനിമയുടെ പേര് ബാറ്റ്മാൻ എന്നാണ്. എന്നാൽ അക്കാലത്തെ നിരൂപകർ ഒന്നടങ്കം പറഞ്ഞത് സംവിധായകൻ ടിം ബർട്ടന് ബാറ്റ്മാനേക്കാൾ കൂടുതൽ ഇഷ്ടം ജോക്കറിനോടാണ് എന്നാണ്. സിനിമയിലെ പല ഭാഗങ്ങളിലും ബാറ്റ്മാനേക്കാൾ കൂടുതൽ സ്ക്രീൻ സ്പേസ് നിക്കോൾസൺ ഉണ്ട്. സിനിമയിൽ ബാറ്റ്മാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ ആളുകൾ ഓർത്തിരിക്കുന്നത് ജോക്കർ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് കാണുന്നവർക്കറിയാം. വളരെ ഭയാനകരമായിട്ടുള്ളൊരു കാഴ്ച. ബാറ്റ്മാൻ ഒരു ഡാർക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയിൽ വിജയിച്ചു. പക്ഷെ പലപ്പോഴും ജാക്ക് നിക്കോൾസണിൻ്റെ ജോക്കർ ബാറ്റ്മാനെ നിഷ്പ്രഭമാക്കിയിട്ടുണ്ട്. 1989 തന്നെ ഈ വില്ലൻ ആ ഫ്രാഞ്ചൈസിയെ മുഴുവനായി വിഴുങ്ങാൻ തുടങ്ങി. ജോക്കർ എന്ന് പറയുന്നത് ബാറ്റ്മാൻ്റെ കഥയിലെ വെറുമൊരു സഹതാരമായിരുന്നില്ല, മറിച്ച് ജോക്കറിൻ്റെ കഥയിലെ ഒരു സഹതാരം മാത്രമായിരുന്നു ബാറ്റ്മാൻ. അതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ ഹോളിവുഡിന് പിന്നെയും 30 വർഷങ്ങൾ വേണ്ടി വന്നു എന്ന് മാത്രം. ഇനി പറയുന്നത് 2005 കഥയാണ്. ക്രിസ്റ്റഫർ നോളൻ ബാറ്റ്മാൻ ബിഗിൻസ് എന്നൊരു സിനിമ പുറത്തിറക്കി. ബാറ്റ്മാൻ എന്ന കഥാപാത്രത്തെ വളരെയധികം റിയലിസ്റ്റിക്കായി അതിൻ്റെ സൈക്കോളജിക്കൽ ലേയേഴ്സിൽ ഏറ്റവും കൂടുതൽ ഡെപ്തിൽ അവതരിപ്പിച്ച ഒരു സിനിമയാണ്. ഗോതം സിറ്റി എന്നത് നമ്മൾ കാണുന്ന ഏതൊരു സാധാരണ നഗരത്തെയും പോലെ തോന്നിക്കുന്ന തരത്തിലാണ് അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ സിനിമ വളരെ വിജയമായിരുന്നു. 2ാമത്തെ സിനിമയ്ക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടുകയും ചെയ്തു. എന്നാൽ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നോളൻ ജോക്കറിന് വേണ്ടിയുള്ള കാസ്റ്റിംഗ് തുടങ്ങി. അദ്ദേഹം ജോവാക്കിൻ ഫീനിക്സിനെ സമീപിച്ചിരുന്നു. എന്നാൽ ഫീനിക്സ് അന്ന് അതിന് തയ്യാറായിരുന്നില്ല. അദ്ദേഹം അത് നിരസിച്ചു. പിന്നീട് അദ്ദേഹം ഹീത്ത് ലെഡ്ജർ എന്ന ഓസ്ട്രേലിയൻ നടനെ പോയി കണ്ടു. എ നൈറ്റ്സ് ടെയിൽ, 10 തിങ്സ് ഐ ഹേറ്റ് അബൌട്ട് യു തുടങ്ങിയ സിനിമകളിലൂടെ അറിയപ്പെട്ടിരുന്ന ലെഡ്ജർ തൻ്റെ കരിയറിൽ ഉടനീളം സൂപ്പർ ഹീറോ സിനിമകൾ നിരസിച്ചൊരു വ്യക്തിയാണ്. ബാറ്റ്മാൻ ബിഗിൻസിൽ ബാറ്റ്മാൻ ആകാൻ നോളൻ ആദ്യം സമീപിച്ചപ്പോൾ ഞാൻ ഒരിക്കലും ഇത്തരം സിനിമകൾ ചെയ്യില്ല എന്നാണ് ലെഡ്ജർ പറഞ്ഞത്. എന്നാൽ ലെഡ്ജർ ബാറ്റ്മാൻ ബിഗിൻസ് കണ്ടു. സിനിമ കണ്ടതിന് ശേഷം അദ്ദേഹം നേരെ നോളനെ വിളിച്ചിട്ട് തനിക്ക് ജോക്കർ ആകണമെന്ന് അങ്ങോട്ട് പറയുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. സ്ക്രിപ്റ്റ് തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ നോളൻ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തു എന്ന് പറയാം. കാരണം ആ കഥാപാത്രം ചെയ്യാനുള്ള ലെഡ്ജറിൻ്റെ ആഗ്രഹം അത്രത്തോളം ഡീപ്പാണ്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ബാറ്റ്മാൻ കോമിക്സ് പോലും വായിക്കാത്ത ഒരു വ്യക്തിയാണ് ലെഡ്ജർ. പിന്നീട് അദ്ദേഹം അത് വായിക്കാൻ തുടങ്ങി. ദ കില്ലിംഗ് ജാക്ക്, അർഖാം അസൈലം, ഗ്രാൻഡ് മോറിസന്റെ ദ ക്ലൗൺ അറ്റ് മിഡ് നൈറ്റ് തുടങ്ങിയ ജോക്കറുമായി ബന്ധപ്പെട്ട എല്ലാം അദ്ദേഹം വായിച്ചു. എ ക്ലോക്ക് വർക്ക് ഓറഞ്ച് എന്ന സിനിമ കണ്ട അദ്ദേഹം അതിലെ നായകനായിട്ടുള്ള അലക്സ് ഡിലാർജ് എന്ന കഥാപാത്രത്തെക്കുറിച്ച് വിശദമായി പഠിച്ചു. ക്രൂരതകൾ ചെയ്ത് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്ന വളരെ വ്യത്യസ്തമായൊരു നോട്ടമുള്ള ആ കഥാപാത്രത്തിൽ നിന്നാണ് ലെഡ്ജർ ജോക്കറിൻ്റെ ആ ഭയപ്പെടുത്തുന്ന നോട്ടം കടമെടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ലണ്ടനിലെ ഒരു ഹോട്ടൽ മുറിയിൽ തന്നെ പൂട്ടിയിട്ടു. നീണ്ട 6 ആഴ്ചകൾ. അത്രയും ദിവസം അദ്ദേഹം പുറത്തിറങ്ങിയില്ല. ആ മുറിക്കുള്ളിലിരുന്ന് അദ്ദേഹം ഒരു ജേണൽ ഉണ്ടാക്കി. ഒരു സ്ക്രാപ്പ് ബുക്ക് പോലെ ഇരിക്കും. പഴയ ബാറ്റ്മാൻ കോമിക്സുകളുടെ കട്ടിങ്ങുകൾ, കഴുതപ്പുലികളുടെ ചിത്രങ്ങൾ, അതായത് ജോക്കറിൻ്റെ ചിരിക്ക് അദ്ദേഹം ഉപയോഗിച്ച റെഫറൻസ് എന്ന് പറയുന്ന കഴുതപ്പുലിയുടെ ആ ഒരു സ്മൈലി പോലത്തെ ആ മുഖഭാവമാണ്.
അലക്സ് ഡിലാർജിൻ്റെ ഫോട്ടോകൾ, ചീട്ടുകൾ, സ്വന്തമായി എഴുതിയ ഡയലോഗുകൾ, പലതവണ വട്ടമിട്ട് വരച്ച കേയോസ് എന്ന വാക്ക്, കൂടാതെ എയ്ഡ്സ്, കുഴിബോംബുകൾ, തലച്ചോറിന് തകരാറ് സംഭവിച്ച ബുദ്ധിമാന്മാർ തുടങ്ങി ജോക്കറിന് തമാശയായി തോന്നിയേക്കാവുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ ആ ബുക്കിലുണ്ടായിരുന്നു. ആഴ്ചകളോളമാണ് അദ്ദേഹം ജോക്കറിനെ ചിരിക്ക് വേണ്ടി മാത്രം പരിശീലിച്ചത്. നിക്കോൾസണോ റൊമേറോയോ ചെയ്തതുപോലെ വെറുതെ ഒന്ന് അനുകരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ചിരി വേണം. യാതൊരു തമാശയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ഭ്രാന്തൻ ചിരിക്കുന്നത് പോലെയുള്ള ആരെയും ഭയപ്പെടുത്തുന്ന ഒരു ചിരി. തൻ്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്ക്രിപ്റ്റുമായി ബന്ധമുള്ള എല്ലാ കോമിക്സുകളും വായിച്ചതിന് ശേഷം കണ്ണുകൾ അടച്ച് അതിനെക്കുറിച്ച് ധ്യാനിക്കുന്ന ഒരു രീതിയാണത്. മറ്റൊരു സംവിധായകനും നൽകാത്ത അത്ര സ്വാതന്ത്ര്യമാണ് നോളൻ ലെഡ്ജർക്ക് ഈ കഥാപാത്രമാകാൻ വേണ്ടി കൊടുത്തത്. ജോക്കർ എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നതിന് യാതൊരു ലിമിറ്റുമില്ലെന്ന് നോളൻ അദ്ദേഹത്തോട് പറഞ്ഞു. സ്ക്രിപ്റ്റിൽ എഴുതി വച്ചിരിക്കുന്നതിനപ്പുറം ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ താനെ കൊണ്ടുവരാൻ അദ്ദേഹം ലെഡ്ജറിനെ പ്രോത്സാഹിപ്പിച്ചു. ഷൂട്ടിംഗ് സെറ്റിൽ ലെഡ്ജർ പലപ്പോഴും സ്വന്തമായി പലതും ചെയ്തിട്ടുണ്ട്. ഒരു സീനിൽ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അദ്ദേഹം നോളനോട് പോലും പറഞ്ഞിരുന്നില്ല. കൂടെ അഭിനയിക്കുന്നവരുടെ യഥാർത്ഥ റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഗോതം സിറ്റി ഹാളിൽ വെച്ച് കമ്മീഷണർ ഗോർഡന് പ്രൊമോഷൻ ലഭിക്കുന്ന സീനിൽ ജയിലിൽ കിടക്കുന്ന ജോക്കർ പതുക്കെ പരിഹാസത്തോടെ കൈയടിക്കുന്നത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. അവിടെ കാണിക്കുന്ന ഗാരി ഓൾസ്മാൻ്റെ അത്ഭുതം യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. സിനിമയിലെ ഏറ്റവും മികച്ച സീനുകളിലൊന്നായിട്ടാണ് അത് കാണുന്നത്. അതുണ്ടായത് ലെഡ്ജറിൻ്റെ പെട്ടെന്നുള്ള തീരുമാനത്തിൽ നിന്നാണ്. ലെഡ്ജറുടെ പ്രകടനത്തിൽ അത്ഭുതപ്പെട്ട നോളൻ സിനിമയിൽ ജോക്കർ പുറത്തുവിടുന്ന 2 വീഡിയോകൾ സംവിധാനം ചെയ്യാനുള്ള പൂർണ്ണ ചുമതല ലെഡ്ജർക്ക് തന്നെ കൊടുത്തു. ജോക്കർ ഒരു പെൻസിൽ മേശപ്പുറത്ത് വെച്ച് കുത്തി നിർത്തിയിട്ട് ഒരാളുടെ തല അതിലേക്ക് ഇടിച്ചിറക്കുന്ന ആ പ്രശസ്തമായ സീനില്ലേ, കില്ലർ സീൻ, അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല. അവിടെ നിന്ന് ബാക്കി കഥാപാത്രങ്ങളുടെ മുഖത്തെ ആ ഒരു ഞെട്ടൽ യഥാർത്ഥത്തിലുള്ളതാണ്. ആ ഷൂട്ടിംഗ് പ്രീ പ്ലാൻഡ് ആയിരുന്നുവെങ്കിലും ആ ചുറ്റുപാടുമുള്ള ഒരു സഹകഥാപാത്രങ്ങൾക്കും ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. 2007 ഒക്ടോബറിൽ ഷൂട്ടിംഗ് പൂർത്തിയായി. എന്നാൽ 2008 ജനുവരി 22-ന് ഹീത്ത് ലെഡ്ജർ തൻ്റെ മാൻഹാട്ടനിലെ അപ്പാർട്ട്മെൻറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. അന്ന് അദ്ദേഹത്തിന് വെറും 28 വയസ്സേ ഉള്ളൂ. ഉറക്കമില്ലായ്മയും ന്യൂമോണിയയ്ക്കും അദ്ദേഹം കഴിച്ചിരുന്ന മരുന്നുകളുടെ അമിതമായ ഉപയോഗവും ഒക്കെയാണ് മരണകാരണമെന്ന് പിന്നീട് കണ്ടെത്തി. അതൊരിക്കലും ഒരു സൂയിസൈഡ് ആയിരുന്നില്ല. ദ ഡാർക്ക് നൈറ്റ് എന്ന് റിലീസ് ചെയ്തിട്ടുള്ള സമയമല്ല. ക്രിസ്റ്റഫർ നോളൻ പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹം മരിച്ചതിന് ശേഷം എല്ലാ ദിവസവും എഡിറ്റിംഗ് ടേബിളിൽ അദ്ദേഹത്തെ കാണുക എന്നുള്ളത് വളരെ വൈകാരികമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. എന്നാൽ അദ്ദേഹം ഏറെ അഭിമാനിച്ചിരുന്ന, എന്നെ പൂർണ്ണമായും വിശ്വസിച്ചേൽപ്പിച്ച ആ പ്രകടനം പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നത് വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. 2008 ജൂലൈയിൽ സിനിമ റിലീസ് ചെയ്തു. ലോകമെമ്പാടുമായി $1 ബില്യൺ അത് കളക്ട് ചെയ്തത്. ആ വർഷത്തെ മികച്ച സഹനടനുള്ള ഓസ്കാർ അവാർഡ് ഹീത്ത് ലെഡ്ജർക്ക് മരണാനന്തര ബഹുമതിയായിട്ട് കിട്ടി. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും ചേർന്നാണ് അവാർഡ് ഏറ്റുവാങ്ങിയത്. ഇവിടെ ഞാനൊരു കാര്യം വളരെ വ്യക്തമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ബിസിനസ് കേസ് സ്റ്റഡി പഠിക്കുന്നതിലുടനീളം ഞാൻ പലയിടത്തായിട്ട് കണ്ടത് അദ്ദേഹത്തെ പ്രകടനത്തെക്കുറിച്ച് നിലനിൽക്കുന്ന ഏറ്റവും മോശമായൊരു തെറ്റിദ്ധാരണയാണ്. ഹീത്ത് ലെഡ്ജറിന് ഓസ്കാർ കിട്ടിയത് സഹതാപത്തിൻ്റെ പേരിലാണ് എന്ന് പറയുന്നവരുണ്ട്. ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. താൻ ചെയ്ത ഏറ്റവും മികച്ച വർക്ക് പുറത്തു വരുന്നതിന് മുൻപ് ഒരു യുവനടൻ മരിക്കുന്നു. ജനങ്ങളും സിനിമാ ലോകവും വലിയ സങ്കടത്തിയിരിക്കുന്ന സമയം ഓസ്കാർ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ആ അവാർഡ് അയാളുടെ കഴിവിനേക്കാൾ കൂടുതൽ ആളുകളുടെ സങ്കടം കൊണ്ടാകാം എന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ ചിന്ത പൂർണ്ണമായും തെറ്റാണെന്ന് കാണാം. അത് ലെഡ്ജർ എന്ന ആ വലിയ കലാകാരനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? സെറ്റിൽ അദ്ദേഹത്തോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ബെയിലല്ലേ ബാറ്റ്മാനായിട്ട് അഭിനയിച്ച, അദ്ദേഹം പറഞ്ഞത് ജോക്കറായി അഭിനയിക്കുന്നത് സത്യത്തിൽ ഹീത്ത് ലെഡ്ജർ ശരിക്കും ആസ്വദിച്ചിരുന്നു എന്നാണ്. എല്ലാ ദിവസവും ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ നല്ലൊരു മന്ദസ്മിതം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു എന്നാണ്. ഈ കഥാപാത്രം തൻ്റെ സഹോദരൻ്റെ മാനസിക നില തെറ്റിച്ചുവെന്നോ അത് മരണത്തിന് കാരണമായെന്നോ ഉള്ള വാർത്തകളെ ലെഡ്ജറുടെ സഹോദരി കേറ്റ് പരസ്യമായിട്ട് നിഷേധിച്ചിരുന്നു. താൻ വീണ്ടും ജോക്കറായി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ലെഡ്ജർ തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഥാപാത്രം അദ്ദേഹത്തെ ഇല്ലാതാക്കുകയല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുകയാണ് ചെയ്തത്. ലെഡ്ജറിൻ്റെ മരണം തികച്ചും ഒരു മെഡിക്കൽ പ്രോബ്ലം മാത്രമായിരിക്കാം. അതിന് അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രവുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ടൊരു പ്രകടനമാണ് ലെഡ്ജർ അന്ന് കാഴ്ചവെച്ചത്. ആക്ടിംഗ് സ്കൂളുകളിൽ അത് പഠിപ്പിക്കുന്നുണ്ട്, സംവിധായകർ അത് കണ്ടു പഠിക്കുന്നുണ്ട്, സൈക്കോളജിസ്റ്റുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം തൻ്റെ ചുണ്ടുകൾ നനയ്ക്കുന്ന രീതി, താടിയിൽ അനക്കുന്ന രീതി, ശബ്ദത്തിലെ മാറ്റങ്ങൾ, സ്വന്തം ശരീരത്തിലെ എല്ലുകൾ തെറ്റിയ ഒരാളെ പോലെയുള്ള നടത്തം, ഇതെല്ലാം ആ ഒരു 6 ആഴ്ചത്തെ കഠിനമായ തയ്യാറെടുപ്പിൽ നിന്നും ആ ജേണലിൽ നിന്നും ഉണ്ടായതാണ്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച വില്ലനെ സൃഷ്ടിക്കാൻ അദ്ദേഹം തയ്യാറാക്കിയ ജേണലിൻ്റെ അവസാനത്തെ പേജിൽ ലെഡ്ജർ 2 വാക്കുകൾ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു: ബൈ ബൈ. 2015 പുറത്തിറങ്ങിയ ടു യങ് ടു ഡൈ എന്ന ജർമ്മൻ ഡോക്യുമെൻ്ററിയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ കിം ആ ബുക്ക് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചു.
അദ്ദേഹം വളരെ പതുക്കെ ആ പേജുകൾ മറിക്കുന്നുണ്ട്. ചീട്ടുകൾ, കഴുതപ്പുലികളുടെ ചിത്രങ്ങൾ, കേയോസ്, കൈപ്പടയിൽ എഴുതിയ ഡയലോഗുകൾ, ഒടുവിൽ ആ അവസാനത്തെ പേജ് സിൽവർ മാർക്കർ കൊണ്ട് വലിയ അക്ഷരത്തിൽ എഴുതിയ ബൈ ബൈ. ആ കഥാപാത്രമാണ് തൻ്റെ മകനെ കൊന്നതെന്ന് കിം ലെഡ്ജർ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആ പേജ് മറിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റാര് എന്ത് വിശകലനം നടത്തുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ആ നിശബ്ദതയിലുണ്ടായിരുന്നു. നോളന്റെ തീരുമാനത്തിൽ നിന്നും ലെഡ്ജറുടെ തയ്യാറെടുപ്പിൽ നിന്നും ഉണ്ടായ ആ ജോക്കർ പിന്നീട് വന്ന എല്ലാ ജോക്കറുകൾക്കും അപ്പുറമുള്ള ഒരു അളവുകോലായി മാറി. ഒറിജിൻ സ്റ്റോറി ഇല്ലാത്ത, ഡിമാൻഡുകളില്ലാത്ത, പ്ലാനുകളില്ലാത്ത, ലോകം തകർന്നടിയുന്നത് കാണാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ജോക്കർ. ചില മനുഷ്യർ ലോകം കത്തിയെരിയുന്നത് കാണാൻ മാത്രം ആഗ്രഹിക്കുന്നവരാണ് എന്ന ആൽഫ്രഡിന്റെ ഡയലോഗാണ് ആ കഥാപാത്രത്തെക്കുറിച്ച് ഇന്ന് വരെ എഴുതപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച വിവരണം. അത് സത്യമാണെന്ന് തോന്നിപ്പിക്കാൻ ഹീത്ത് ലെഡ്ജർ തന്നെ വേണ്ടി വന്നു. ജോക്കർ എന്ന് പറയുന്ന കഥാപാത്രം എന്തുകൊണ്ട് ആളുകൾക്ക് ഇത്രയധികം ഇഷ്ടമാകുന്നു എന്നതിനെക്കുറിച്ച് അല്പം ഡീപ്പായിട്ട് ഞാൻ സംസാരിക്കാം. കഥകളിലെ പ്രത്യേകത കൊണ്ടല്ല, മറിച്ച് അതൊരു വലിയ സൈക്കോളജിക്കൽ സ്റ്റഡിയാണ്. കാരണം ഏതൊരു സാധാരണ മനുഷ്യനും ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഒരു ജോക്കറിന് വേണ്ടി ആളുകൾ എന്തിന് പണം മുടക്കുന്നു, അയാളെ എന്തിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു, അയാളുടെ ഫോട്ടോകൾ എന്തിന് മുറികളിൽ തൂക്കുന്നു, വണ്ടികളിൽ സ്റ്റിക്കർ ചെയ്യുന്നു, ആ ചിത്രമുള്ള ഷർട്ടുകൾ ഇട്ട് നടക്കുന്നു. സോ അതൊരു സാധാരണമായിട്ടുള്ള അനാലിസിസിലൂടെ കിട്ടുന്ന കൃത്യമായ ഉത്തരമല്ല. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന 3 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ റീസൺസ് കാണാൻ പറ്റും. ഒന്നാമത്തേതാണ് നറേറ്റീവ് ട്രാൻസ്പോർട്ടേഷൻ. നിങ്ങളൊരു കഥയുമായിട്ട് വല്ലാതെ അടുക്കുമ്പോൾ, ആ കഥാപാത്രം അത്രത്തോളം റിയൽ ആകുമ്പോൾ, ആ ലോകം അത്രത്തോളം വിശ്വാസയോഗ്യമാകുമ്പോൾ നിങ്ങളുടെ തലച്ചോർ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവിനെ താത്കാലികമായിട്ട് ഓഫ് ചെയ്ത് വയ്ക്കും. അതായത് നിങ്ങൾ ആ കഥാപാത്രം ചെയ്യുന്ന തെറ്റുകളെ അംഗീകരിക്കുകയല്ല, മറിച്ച് അയാളുടെ ചിന്തകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. നാഗവല്ലി ഓർക്കുന്നുണ്ടോ? ഇത് നമ്മൾ കഥകളെ ലയിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ലെഡ്ജറുടെയും ഫിനിക്സിൻ്റെയും പ്രകടനങ്ങൾ ഈ നറേറ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ വിജയമായിരുന്നു. അവരുടെ പ്രകടനങ്ങൾ അത്രത്തോളം സൂപ്പർ ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പൂർണ്ണമായും ആ കഥാപാത്രത്തിൻ്റെ ലോകത്തേക്ക് മാറി. ഒരാൾ ചെയ്യുന്ന ക്രൂരതകളല്ല നിങ്ങൾ അവിടെ കാണുന്നത്, മറിച്ച് അയാൾക്ക് അതൊക്കെ ചെയ്യാനുള്ള കാരണങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അത് പ്രേക്ഷകരുടെ കുഴപ്പമല്ല, അത് അഭിനയത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. രണ്ടാമത്തെ റീസൺ കാൾ യുങ്ങിൻ്റെ ഷാഡോ എന്ന് പറയുന്നൊരു തിയറിയാണ്. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു ഷാഡോ ഉണ്ട് എന്നാണ് യുങ് പറയുന്നത്. അതായത് നമ്മൾ പുറത്ത് കാണിക്കാതെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ ദേഷ്യം, വെറുപ്പ്, നമ്മളോട് പൊരുത്തപ്പെടാത്ത ഈ സിസ്റ്റത്തിനെതിരെ പ്രതികരിക്കാനുള്ള ആഗ്രഹം എന്നിവയെല്ലാം ഈ ഷാഡോയിലാണ് കിടക്കുന്നത്. ഷാഡോ എന്നതൊരു മോശം കാര്യമല്ല, അത് നമ്മൾ പുറത്ത് കാണിക്കാൻ ഭയപ്പെടുന്ന നമ്മുടെ മറ്റൊരു വേർഷൻ മാത്രമാണ്. എന്നാൽ ജോക്കർ തൻ്റെ ഈ ഷാഡോയെ മറച്ചു വെക്കുന്നില്ല എന്നതാണ് പ്രത്യേകത. അയാൾ അത് തന്നെയായി മാറുകയാണ് ചെയ്യുന്നത്. അയാൾ തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കുന്നില്ല, അതിനുവേണ്ടി അയാൾ തെറാപ്പികൾക്കൊന്നും പോകുന്നില്ല. അയാൾ പൂർണ്ണമായും അത് പുറത്ത് കാണിക്കുന്നു, അതിൽ വിജയിക്കുകയും ചെയ്യുന്നു. ലോകം അയാളെ ശ്രദ്ധിക്കാനും തുടങ്ങുന്നു, അയാൾക്കൊരു വിലയുണ്ടാകുന്നു. പ്രേക്ഷകർ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് ജോക്കർ ചെയ്യുന്ന കൊലപാതകങ്ങൾ കണ്ടിട്ടല്ല, മറിച്ച് ആളുകൾ പുറത്ത് കാണിക്കാൻ ഭയപ്പെടുന്ന പല കാര്യങ്ങളും ജോക്കർ വളരെ ധൈര്യത്തോടെ ചെയ്യുന്നത് കണ്ടിട്ടാണ്. ആ ഒരു തിരിച്ചറിയലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ പവർ. മൂന്നാമത്തെ റീസണായിട്ട് എനിക്ക് തോന്നിയത് 2019 പുറത്തിറങ്ങിയ ജോക്കർ സിനിമയുമായിട്ട് ബന്ധമുള്ളൊരു കാര്യമാണ്. ഈ സിനിമ FBIയുടെ വാണിംഗ് ലഭിക്കാൻ കാരണം ഇതായിരുന്നു. ജോക്കർ ആകുന്നതിന് മുൻപുള്ള ആർത്തർ ഫ്ലെക്ക് എന്ന മനുഷ്യനെ അവനെ സംരക്ഷിക്കേണ്ട എല്ലാ സിസ്റ്റവും പരാജയപ്പെടുത്തുന്നുണ്ട്. മെൻ്റൽ ഹെൽത്ത് സിസ്റ്റം അവനെ കൈവിടുന്നു, സിറ്റിയുടെ ബജറ്റ് കുറഞ്ഞത് കാരണം അവനുള്ള തെറാപ്പി നിർത്തുന്നു, മരുന്നുകൾ ലഭിക്കാതെ വരുന്നു, സാമ്പത്തിക വ്യവസ്ഥ അവനെ പരാജയപ്പെടുത്തുന്നു, കോമാളിയായി ജോലി ചെയ്യുന്ന അവന് ജീവിക്കാൻ വേണ്ട പണം കിട്ടുന്നില്ല, സ്വന്തം തെറ്റുകൊണ്ടല്ലാതെ അവൻ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, സമൂഹം അവനെ പരാജയപ്പെടുത്തുന്നു, ആളുകൾ അവനെ കളിയാക്കുന്നു, തല്ലുന്നു, അപമാനിക്കുന്നു, സ്വന്തം കുടുംബം അവനെ പരാജയപ്പെടുത്തുന്നു, അമ്മ അവനിൽ നിന്നും സത്യങ്ങൾ മറച്ചുവെക്കുകയും അവൻ ഓർക്കാൻ പോലും ആകാത്തത്ര ക്രൂരതകൾ നേരിടാൻ കാരണമാവുകയും ചെയ്യുന്നു, മീഡിയ അവനെ പരാജയപ്പെടുത്തുന്നു. അവൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മറേ ഫ്രാങ്ക്ലിൻ എന്ന TV ഹോസ്റ്റ് പോലും റേറ്റിങ്ങിന് വേണ്ടി അവന് ഒരുപാട് ആളുകളുടെ മുന്നിലിട്ട് അപമാനിതനാക്കുന്നു. ഒരു സിസ്റ്റം പോലും അവന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നില്ല, അധികാരമുള്ള ഒരാൾ പോലും അവനെ സഹായിക്കാൻ വരുന്നില്ല. അങ്ങനെയിരിക്കെ ട്രെയിനിൽ വെച്ച് അപമാനിച്ച ആളുകളെ ആർത്തർ കൊല്ലുകയാണ്. എന്നാൽ അവിടെ അവന് യാതൊരു ശിക്ഷയും കിട്ടുന്നില്ല, മറിച്ച് അവനൊരു ഹീറോ പരിവേഷം കിട്ടി. ആളുകൾ അവൻ്റെ മുഖം മൂടി വെച്ച് തെരുവിലിറങ്ങി. ആരും ശ്രദ്ധിക്കാതിരുന്ന അവൻ പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. FBI ഭയപ്പെടുത്തിയ ആ സിനിമയുടെ പ്രധാന ആശയം ഇതാണ്: ഒരു സിസ്റ്റം പൂർണ്ണമായും പരാജയപ്പെടുമ്പോൾ നിങ്ങളുടെ ദേഷ്യം തികച്ചും ന്യായമാണ് എന്നത് പറയുന്നു. ജോക്കർ ഒരു രാക്ഷസനല്ല. എല്ലാ സിസ്റ്റവും പരാജയപ്പെടുമ്പോഴും നിങ്ങളെ കേൾക്കാൻ ആരുമില്ലാതെ വരുമ്പോഴും ഒരു മനുഷ്യൻ എന്ത് സംഭവിക്കും എന്നതിൻ്റെ എക്സാമ്പിളാണ്. ഈ സിനിമ സെൽഫ് റിഫ്ലക്ഷനായിട്ട് തോന്നിയ ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ, ആരും ശ്രദ്ധിക്കാത്ത ഒരുപാട് ചെറുപ്പക്കാർ.
മാർവൽ സിനിമകൾ അവർക്ക് വേണ്ടിയുള്ളതല്ല. എന്നാൽ ജോക്കർ സംസാരിച്ചത് അവരോടാണ്. അതായിരുന്നു ആ സിനിമയുടെ ബിസിനസ് വിക്ടറി. ഒപ്പം അതുണ്ടാക്കിയ സാമൂഹികമായിട്ടുള്ള ഭയവും. രണ്ടും ഒന്ന് തന്നെയായിരുന്നു. ബാറ്റ്മാനും ജോക്കറും തമ്മിൽ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നമെന്നുകൂടി ഞാൻ പറയട്ടെ. ഇത് നന്മയും തിന്മയും തമ്മിലുള്ളൊരു യുദ്ധമൊന്നുമല്ല. വളരെ വലിയൊരു നഷ്ടം സഹിക്കേണ്ടി വന്ന ജീവിതത്തിൻ്റെ ഒരു മോശം ദിവസമുണ്ടായ രണ്ട് മനുഷ്യർ. എന്നാൽ അവർ തിരഞ്ഞെടുത്ത വഴികൾ തികച്ചും വ്യത്യസ്തമാണ്. രണ്ട് ഡയറക്ഷനിലാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ബാറ്റ്മാൻ്റെ രീതി ഇങ്ങനെയാണ്: ഞാൻ ഇതിനെ എല്ലാം നിയന്ത്രിക്കും, എനിക്ക് എല്ലാത്തിനും ഒരു അച്ചടക്കം ഉണ്ടാവും, ഞാൻ ആരെയും കൊല്ലില്ല. കാരണം കൊലപാതകം എന്നത് ഞാൻ ആർക്കെതിരെയാണോ പോരാടുന്നത് അവരെപ്പോലെ തന്നെ ഞാൻ മാറുന്ന ആദ്യത്തെ പടിയാണ്. സോ ബാറ്റ്മാൻ എന്ന ഞാൻ ഈ ഒരു ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. നീതിക്ക് വേണ്ടിയുള്ള ഒരാളുടെ പോരാട്ടത്തിന് ഈ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ബാറ്റ്മാൻ വിശ്വസിക്കുന്നു. എന്നാൽ ജോക്കർ പറയുന്ന മറ്റൊരു കാര്യമാണ്: ഈ നിയന്ത്രണങ്ങളൊക്കെ വെറും കാപട്യമാണ്. നിന്റെ നീതി വെറും ഒരു നാടകമാണ്. നിന്റെ അച്ചടക്കം എന്നത് നിന്റെ സത്യങ്ങളെ മറച്ചു വയ്ക്കാനുള്ളൊരു വഴി മാത്രമാണ്. നിനക്കൊരു മോശം ദിവസം ഉണ്ടായി, എനിക്കൊരു മോശം ദിവസം ഉണ്ടായി. നമ്മൾ തമ്മിൽ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ മോശം ദിവസം എന്നെ എന്താക്കി മാറ്റി എന്ന് ഞാൻ അംഗീകരിച്ചു. എന്നാൽ നീ എല്ലാം ശരിയാണെന്ന് നടിച്ചുകൊണ്ടിരിക്കുന്നു. ദ കില്ലിംഗ് ജോക്ക് എന്ന കോമിക്സിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗോർഡനെ ഒരു ഭ്രാന്തനാക്കി മാറ്റാൻ ജോക്കർ ശ്രമിക്കുന്നത് ബാറ്റ്മാൻ്റെ ഈ ചിന്തകൾ മുഴുവൻ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ്. ഗോർഡനെ പോലെ അങ്ങേയറ്റം സത്യസന്ധനായ ഒരാൾക്ക് പോലും വലിയൊരു പ്രഷർ വന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തെളിയിക്കലായിരുന്നു ലക്ഷ്യം. അങ്ങനെ സംഭവിച്ച ബാറ്റ്മാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ലാതാവും. കാരണം ആർക്കും എപ്പോഴും നന്മയുടെ വഴിയിൽ മാത്രം നടക്കാൻ പറ്റില്ല എന്ന് അത് തെളിയിക്കും. എന്നാൽ ഗോർഡൻ തളർന്നില്ല. അത് ജോക്കറിനെ വല്ലാതെ തളർത്തി. കാരണം ജോക്കറിൻ്റെ ഫിലോസഫിയെക്കുറിച്ച് ആരും സംസാരിക്കാത്തൊരു കാര്യമുണ്ട്: അയാൾക്ക് എപ്പോഴും തോൽക്കണമെന്നുണ്ട്. എല്ലാവരും തന്നെപ്പോലെ തകരുന്നവരാണെന്ന് തെളിയിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. എന്നാൽ ബാറ്റ്മാൻ അത് തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടേയിരുന്നു. ജോക്കറിന് ഇത് നിർത്താൻ കഴിയില്ല. ബാറ്റ്മാൻ ഉള്ളിടത്തോളം കാലം, ബാറ്റ്മാൻ അയാളെ കൊല്ലാത്തിടത്തോളം കാലം ജോക്കറിന് എന്തെങ്കിലുമൊക്കെ തെളിയിക്കാനുണ്ടാവും. അതുകൊണ്ടാണ് ജോക്കർ എപ്പോഴും ബാറ്റ്മാൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നത്. മറ്റ് വില്ലന്മാർക്കെല്ലാം പണമോ അധികാരമോ പ്രതികാരമോ ഒക്കെയാണ് വേണ്ടത്. എന്നാൽ ജോക്കറിന് വേണ്ടത് താൻ വിശ്വസിക്കുന്നത് ശരിയാണെന്ന് തെളിയിക്കുക എന്നത് മാത്രമാണ്. മനുഷ്യരെക്കുറിച്ച്, സദാചാരത്തെക്കുറിച്ച്, ഒരു പ്രതിസന്ധി വരുമ്പോൾ മനുഷ്യർ എങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ചെല്ലാം അയാൾക്ക് അയാളുടേതായ ചിന്തകളുണ്ട്. അതൊന്ന് തെളിയിച്ച് കാണിക്കാൻ ബാറ്റ്മാനോട് മാത്രമേ സാധിക്കൂ. ബാറ്റ്മാൻ ഇല്ലെങ്കിൽ ജോക്കർ വെറുതെ ചിരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഭ്രാന്തൻ മാത്രമാണ്. ബാറ്റ്മാൻ ഉള്ളതുകൊണ്ടാണ് പോപ്പ് കൾച്ചറിലെ ഏറ്റവും വലിയ ഫിലോസഫിക്കൽ ചോദ്യമായി അയാൾ മാറുന്നത്. ബാറ്റ്മാനും ജോക്കറിന് അത്രത്തോളം ആവശ്യമുണ്ട്. കാരണം ബാറ്റ്മാൻ ഉത്തരം നൽകാൻ കഴിയാത്ത ഒരേ ഒരു ചോദ്യം ജോക്കറാണ്. ഒരാളുടെ അച്ചടക്കം കൊണ്ട് എല്ലാം ശരിയാക്കാമെന്ന് കരുതുക. എന്നാൽ രണ്ടാമത്തെ ആളുടെ കാര്യമോ, 10ാമത്തെ, 500ാമത്തെ, 10,000ാമത്തെ ആളുടെ കാര്യമോ? ജോക്കർ ചോദിക്കുന്നത് ഒരാളുടെ ഭ്രാന്തനെക്കുറിച്ചല്ല. ഈ ബാറ്റ്മാൻ സംരക്ഷിക്കുന്ന നഗരത്തിൽ എവിടെയൊക്കെയോ ഒരു മോശം ദിവസം അനുഭവിച്ച, എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത കുറേ മനുഷ്യരുണ്ട് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. ബാറ്റ്മാൻ കാണാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും ജോക്കർ അയാളുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതുകൊണ്ടാണ് അവർക്ക് പരസ്പരം കൊല്ലാൻ കഴിയാത്തത്. കോമിക്സിലും സിനിമയിലും ഒന്നും അത് സംഭവിക്കാത്തതിൻ്റെ കാരണം അതുതന്നെയാണ്. ജോക്കറിനെ കൊന്നാൽ ഇതിനൊന്നും ഫിലോസഫിക്കലായ ഒരു ഉത്തരമില്ല, മറിച്ച് കൊലപാതകം മാത്രമാണ് ഒരേ ഒരു പരിഹാരമെന്ന് ബാറ്റ്മാൻ ലോകത്തോട് സമ്മതിക്കേണ്ടി വരും. എന്നാൽ ബാറ്റ്മാൻ അത് ചെയ്യില്ല. ബാറ്റ്മാനെ ജോക്കർ കൊന്നാൽ തനിക്ക് ഈ ലോകത്ത് വേറെ ഒരു ശത്രു ഇല്ല എന്നും എല്ലാവരും തന്നെപ്പോലെ തകർന്നവരല്ലെന്നും ജോക്കറിന് സമ്മതിക്കേണ്ടി വരും. എന്നാൽ ജോക്കറും അത് ചെയ്യില്ല. ഒരിക്കലും അവസാനിക്കാത്ത ഈ ഒരു ചിന്താഗതി തമ്മിലുള്ള യുദ്ധമാണ് 1940 മുതൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി 2040-ലും 2080-ലും അവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പോപ്പ് കൾച്ചറിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന ഒരു കഥയുണ്ടെങ്കിൽ അതിത് മാത്രമാണ്. ഒരിക്കലും അവസാനിക്കാത്ത, പരസ്പരം പോരടിക്കുന്ന രണ്ട് വ്യത്യസ്ത ഫിലോസഫികൾ. വർഷം 2016. ഇനി അവസാനത്തെ ജോക്കർ സിനിമയെക്കുറിച്ചുള്ളൊരു ഡിസ്കഷനാണ്. റോഡ് ട്രിപ്പ്, ഓൾഡ് സ്കൂൾ, ദ ഹാങ് ഓവർ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത ടോഡ് ഫിലിപ്സ് തൻ്റെ പുതിയ സിനിമയായ വാർ ഡോഗ്സ് റിലീസ് ചെയ്ത സമയം. ആ സിനിമ വലിയ വിജയമൊന്നും അല്ലായിരുന്നു എന്ന് ഫിലിപ്സിന് തന്നെ അറിയാം. തിയേറ്ററിലിരുന്ന് സിനിമ കാണുമ്പോൾ അദ്ദേഹം തൻ്റെ അടുത്ത സിനിമ എന്തായിരിക്കണമെന്ന് ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന് കോമഡി സിനിമകളോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം കോമഡി സിനിമകൾ എടുക്കാൻ പാടായതുകൊണ്ടല്ല, മറിച്ച് ഇന്നത്തെ കാലത്ത് താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കോമഡി സിനിമ എടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്ത് പറഞ്ഞാലും അത് വലിയ പ്രശ്നമാകും. തമാശ പറഞ്ഞാൽ അതിന് പ്രത്യാഘാതം ഉണ്ടാവും. അതൊരു വലിയ കൺട്രോളായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു, ഇതിനെല്ലാം പകരമായി തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ ഹോളിവുഡിലെ സേഫ് സോണിൽ നിന്ന് മാറി കുറച്ച് റിസ്ക് എടുത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമ എടുക്കണം. അങ്ങനെ അദ്ദേഹം വാർണർ ബ്രദേഴ്സിനോട് ജോക്കറിൻ്റെ കഥ പറഞ്ഞു. അതൊരു സൂപ്പർ ഹീറോ സിനിമ ആയിരുന്നില്ല, അതൊരു ക്യാരക്ടർ സ്റ്റഡിയാണ്. ജോക്കർ എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ കഥ. 1981-ലെ ന്യൂയോർക്ക് നഗരമാണ് ഇതിൻ്റെ പശ്ചാത്തലം. മയക്കുമരുന്ന് ഉപയോഗവും സാമ്പത്തിക പ്രതിസന്ധിയും നിറഞ്ഞ, പാവപ്പെട്ടവരെ ഗവൺമെൻറ് തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം. പഴയ DC സിനിമകളിൽ നിന്നല്ല, മറിച്ച് മാർട്ടിൻ സ്കോർസെസയുടെ
ടാക്സി ഡ്രൈവർ, ദ കിങ് ഓഫ് ദ കോമഡി എന്നീ സിനിമകളിൽ നിന്നാണ് ഫിലിപ്സ് ഇതിനുള്ള പ്രചോദനം എടുക്കുന്നത്. വാർണർ ബ്രദേഴ്സ് വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. മാർവലിൻ്റെ അവെഞ്ചേഴ്സിനോട് മത്സരിക്കാൻ അവർ കോടികൾ മുടക്കിയെടുത്ത ജസ്റ്റിസ് ലീഗ് വലിയ പരാജയമായി. DC സിനിമകളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കുന്ന സമയം. DCയുടെ മേധാവിയെ മാറ്റി വാൾട്ടർ ഹമാഡയെ പുതിയ മേധാവിയായി നിയമിച്ചിരുന്നു. പുതിയ സിനിമകളിൽ ഏത് വേണം, ഏത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്ന സമയമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് $55 മില്യൺ ബഡ്ജറ്റുള്ള ഒരു കഥയുമായിട്ട് ഫിലിപ്സ് വരുന്നത്. ഫിലിപ്സ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഹമാഡയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല എന്നാണ് പറയപ്പെടുന്നത്. സ്റ്റുഡിയോ ഈ സിനിമയ്ക്ക് വളരെ ചെറിയൊരു ബഡ്ജറ്റ് കൊടുത്തു. അതൊരു മികച്ച സിനിമയാക്കാൻ വേണ്ടി കൊടുത്തതൊന്നുമല്ല, മറിച്ച് ഈ സിനിമ ചെയ്യാൻ ഫിലിപ്സിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ തുക. വലിയ ബഡ്ജറ്റ് തന്നില്ലെങ്കിൽ അയാളുടെ പാട് നോക്കി പോകുമെന്ന് അവർ കരുതി. പക്ഷേ ഫിലിപ്സ് മുന്നോട്ട് പോയി. ജോവാക്കിൻ ഫിനിക്സിനെ അഭിനയിപ്പിക്കാൻ സമ്മതിക്കാൻ വേണ്ടി അദ്ദേഹം 4 മാസത്തോളം കാത്തിരുന്നു. തൻ്റെ കരിയറിലുടനീളം വലിയ ഫ്രാഞ്ചൈസി സിനിമകളിൽ അഭിനയിക്കില്ല എന്ന് ഫിനിക്സ് പറഞ്ഞിരുന്നു. മാർവലിൻ്റെ ഹൾക്ക്, ഡോക്ടർ സ്ട്രേഞ്ച് എന്നീ വേഷങ്ങൾ അദ്ദേഹം നിരസിച്ച ഒരു സമയമാണ്. ക്രിസ്റ്റഫർ നോളൻ ആദ്യം ജോക്കറാകാൻ സമീപിച്ചപ്പോഴും അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചിരുന്നു. കാരണം പല ഭാഗങ്ങളുള്ള വലിയ സിനിമകളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഫിലിപ്സ് ഫിനിക്സിനോട് പറഞ്ഞത് ഇത് മാത്രമാണ്: ഇതൊരു വലിയ ഫ്രാഞ്ചൈസിയുടെ ഭാഗമൊന്നുമല്ല, ഇതൊരൊറ്റ സിനിമയാണ്. നീ ഈ കഥാപാത്രത്തെ ഒരു തവണ കൈകാര്യം ചെയ്യുന്നു, അതോടെ തീർന്നു. 2018 ജൂലൈയിൽ ഫിനിക്സ് ഇതിന് സമ്മതിച്ചു. ഫിനിക്സ് സമ്മതിച്ചതിന് തൊട്ടു പിന്നാലെ വാർണർ ബ്രദേഴ്സ് ഈ സിനിമയ്ക്ക് ഗ്രീൻ സിഗ്നൽ കൊടുത്തു. കാരണം ഫിലിപ്സിൻ്റെ കഥ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല. 3 തവണ ഓസ്കാർ നോമിനേഷൻ ലഭിച്ച, എല്ലാവരും ബഹുമാനിക്കുന്ന ജോവാക്കിൻ ഫിനിക്സ് എന്ന വലിയ നടൻ ഈ സിനിമ ചെയ്യാൻ സമ്മതിച്ചത് കൊണ്ട് മാത്രമാണ് അവർ ഈ സിനിമ ചെയ്യാൻ തയ്യാറായത്. തങ്ങൾക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും ആ നടനെ നഷ്ടപ്പെടുത്താൻ അവർക്ക് കഴിയുമായിരുന്നില്ല. സിനിമയുടെ ഷൂട്ടിംഗ് ന്യൂയോർക്കിൽ നടന്നു. ബഡ്ജറ്റ് 55 70 മില്യൺ ഇടയിലാണ് നിന്നത്. സാധാരണ സൂപ്പർ ഹീറോ സിനിമകളുടെ ബഡ്ജറ്റിൻ്റെ വളരെ ചെറിയൊരു ശതമാനം. വാർണർ ബ്രദേഴ്സ്, ബ്രോൺ സ്റ്റുഡിയോസ്, വില്ലേജ് റോഡ് ഷോ എന്നീ കമ്പനികളെ കൂടി ഇതിൽ പെടുത്തി. കാരണം സിനിമ പരാജയപ്പെട്ട നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. അവർക്ക് ഈ സിനിമയിൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ലൊക്കേഷൻ ഉണ്ട്, ബ്രോങ്സിലെ ആ പടവുകൾ. 1265 ഷേക്സ്പിയർ അവന്യൂവിലെ ആ പടവുകൾ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ജോക്കർ സ്റ്റേഴ്സ് എന്നറിയപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് ആദ്യത്തെ സംഭവം. ആർതർ ഫ്ലക്ക് പൂർണ്ണമായും ജോക്കറായി മാറിയതിന് ശേഷം ഡാൻസ് ചെയ്യുന്ന സ്ഥലമാണ്. വെനീസ് ഫിലിം ഫെസ്റ്റിവലിലാണ് ഈ സിനിമ ആദ്യം പ്രദർശിപ്പിക്കുന്നത്. ആ ഫെസ്റ്റിവലിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ഗോൾഡൻ ലയൺ ഈ സിനിമയ്ക്ക് കിട്ടി. പിന്നെ എല്ലാം മാറി മറിഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ വലിയ വിവാദങ്ങളും ഉണ്ടായി. മാനസിക രോഗമുള്ള, സാമ്പത്തികമായി തകർന്ന ഒരു മനുഷ്യൻ വയലൻസിലേക്ക് തിരിയുന്നതും പിന്നീട് ആളുകൾ അയാളെ ഒരു ഹീറോയായി കാണുന്നതുമായ ഈ കഥ വലിയ ചർച്ചയുണ്ടാക്കി. സിനിമ റിലീസ് ചെയ്താൽ തിയേറ്ററുകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് FBI മുന്നറിയിപ്പ് കൊടുത്തു. 2012 ദ ഡാർക്ക് നൈറ്റ് റൈസസ് സിനിമയുടെ പ്രദർശനത്തിനിടെ കൊളറാഡോയിലുണ്ടായ വെടിവയ്പ്പിൽ 12 പേര് മരിച്ച സംഭവം അവർ ചൂണ്ടിക്കാണിച്ചു. ആ വെടിവയ്പ്പിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ ഈ സിനിമ റിലീസ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട് വാർണർ ബ്രദേഴ്സിന് കത്തയച്ചു. സിനിമയുടെ ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററുകൾക്ക് മുന്നിൽ തോക്കേന്തിയ പോലീസുകാർക്ക് കാവൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. 2019 ഒക്ടോബർ 4 സിനിമ വേൾഡ് വൈഡ് റിലീസ് ചെയ്തു. ആദ്യത്തെ വീക്കെൻഡിൽ തന്നെ അമേരിക്കയിൽ നിന്ന് $96.2 മില്യൺ, ലോകമെമ്പാടുമായി $248.4 മില്യൺ ഈ സിനിമ കളക്ട് ചെയ്ത. ഒക്ടോബർ മാസത്തിൽ റിലീസ് ചെയ്ത സിനിമകളിൽ വെച്ച് ഏറ്റവും വലിയ കളക്ഷനായിരുന്നു അത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ $1 ബില്യൺ കളക്ട് ചെയ്യുന്ന ആദ്യത്തെ R റേറ്റഡ് സിനിമയായിട്ട് ഇത് മാറി. ആകെ ലഭിച്ച കളക്ഷൻ $1,89,58,627. എല്ലാ ചിലവുകളും കിഴിച്ചതിന് ശേഷമുള്ള ലാഭം $437 മില്യൺ. അതിൽ വാർണർ ബ്രദേഴ്സിന് ഏകദേശം $218 മില്യൺ കിട്ടി. ഹോളിവുഡ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ലാഭമുണ്ടാക്കിയ സിനിമകളിൽ ഒന്നായിട്ട് ഇത് മാറി. പിന്നീട് മികച്ച നടനുള്ള ഓസ്കാർ ജോവാക്കിൻ ഫിനിക്സിന് ലഭിച്ചു. അദ്ദേഹം ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് മൃഗങ്ങളോടുള്ള ക്രൂരതകളെക്കുറിച്ചും സാമൂഹിക നീതിയെക്കുറിച്ചും ലോകത്തുള്ള എല്ലാത്തരം അടിച്ചമർത്തലുകളെക്കുറിച്ച് സംസാരിച്ചു. മനുഷ്യരുടെ എല്ലാ നിയമങ്ങളും വെറും കാപട്യമാണെന്ന് വിശ്വസിക്കുന്ന ജോക്കർ എന്ന കഥാപാത്രം ഹോളിവുഡിലെ ഏറ്റവും വലിയ പുരസ്കാരം നേടുന്നു. അതേസമയം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ അതേ വേദിയിൽ നിന്നുകൊണ്ട് ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുന്നു. വളരെ വിരോധാഭാസമായ എന്നാൽ അങ്ങേയറ്റം സത്യമായ ഒരു കാര്യമായിരുന്നു അത്. 2019 ഇറങ്ങിയ ജോക്കർ സിനിമയ്ക്ക് ഒരു കാര്യമുണ്ട്, അത് ഒറ്റ സിനിമയായിട്ടാണ് പ്ലാൻ ചെയ്തത്. ടോഡ് ഫിലിപ്സ് അത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ജോവാക്കിൻ ഫിനിക്സ് ഈ സിനിമ ചെയ്യാൻ സമ്മതിച്ചതിന് കാരണം തന്നെ ഇതിനൊരു 2ാം ഭാഗം ഉണ്ടാകില്ല എന്നതുകൊണ്ടാണ്. സിനിമയുടെ അവസാനം അർഖാം അസൈലത്തിലുള്ള ആർതർ ഫ്ലക്കിനെയാണ് നമ്മൾ കാണുന്നത്. അവിടെ കഥ പൂർണ്ണമാവുന്നുണ്ട്. ഒരു 2ാം ഭാഗത്തിൻ്റെ ആവശ്യമില്ല. മികച്ച ഒരു ചെറുകഥ അവസാനിക്കുന്ന പോലെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യത്തോടെയാണ് സിനിമ തീരുന്നത്. പക്ഷേ ഒരു $1 ബില്യൺ കളക്ട് ചെയ്യുമ്പോൾ വാർണർ ബ്രദേഴ്സിന് വീണ്ടും അതിനെ വെറുതെ വിടാൻ കഴിയില്ല. ഹോളിവുഡിലെ വലിയ സ്റ്റുഡിയോകൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം, ഒരു സിനിമ വിജയിച്ചാൽ എന്തുകൊണ്ടാണത് വിജയിച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് പകരം
അതിൽ നിന്ന് വീണ്ടും വീണ്ടും പണമുണ്ടാക്കാൻ വേണ്ടി അവർ ചിന്തിക്കും. വളരെ ചെറിയ ബഡ്ജറ്റ്, രണ്ടാം ഭാഗമില്ല എന്നുള്ള ഉറപ്പ്, സ്കോർസെസെ സിനിമകളുടെ സ്വാധീനം, 2019 സാമൂഹ്യ സാഹചര്യം, ഇതൊക്കെയാണ് സിനിമ വിജയിക്കാൻ കാരണമായതെന്ന് മനസ്സിലാക്കുന്നതിന് പകരം അവർ അടുത്ത സിനിമ എടുക്കാൻ വേണ്ടി പ്രഷർ ചെയ്തു. ഫിനിക്സിന് രണ്ടാം ഭാഗത്തിന് വേണ്ടി $20 മില്യൺ വീതം വാഗ്ദാനം ചെയ്തു. ഫിനിക്സ് അത് സമ്മതിച്ചു. ഹാർലി ക്വിൻ എന്ന കഥാപാത്രമായി ലേഡി ഗാഗ എത്തിച്ചേർന്നു. അവർക്ക് $12 മില്യൺ കൊടുക്കുകയും ചെയ്തു. രണ്ടാം ഭാഗത്തിൻ്റെ ബഡ്ജറ്റ് $200 മില്യൺ, അതായത് ആദ്യ സിനിമയുടെ 4 മടങ്ങ്. ഇത്തവണ വേറെ കമ്പനി ഒന്നും ഒപ്പം കൂട്ടിയില്ല. മുഴുവൻ റിസ്ക്കും വാർണർ ബ്രദേഴ്സ് തന്നെ ഏറ്റെടുത്തു. ആ സിനിമ ഒരു മ്യൂസിക്കൽ സിനിമയായിട്ടാണ് അവരെടുത്തത്. ആർത്തർ ഫ്ലക്കും ഹാർലി ക്വിന്നും പാട്ട് പാടുന്ന രംഗങ്ങളൊക്കെ ഇതിലുണ്ട്. എന്നാൽ ഒരു കോമിക് സിനിമയുടെ രണ്ടാം ഭാഗം മ്യൂസിക്കലായി എടുത്താൽ ആളുകൾ കാണാൻ വരില്ല എന്നറിയാമായിരുന്ന മാർക്കറ്റിംഗ് ടീം ഈ വിവരം ട്രെയിലറുകളിലോ പോസ്റ്ററുകളിലോ ഒന്നും കാണിച്ചില്ല. അതായിരുന്നു ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളുടെ സിനിമ എന്താണെന്ന് പ്രേക്ഷകരോട് പറയാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അവിടെ വലിയൊരു റിസ്ക് ഉണ്ട്, പ്രശ്നമുണ്ട്. 2024 വെനീസ് ഫെസ്റ്റിവലിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചു. ആദ്യ സിനിമയ്ക്ക് അവിടെ വലിയ പുരസ്കാരം കിട്ടിയെങ്കിൽ രണ്ടാം ഭാഗത്തിന് മോശം പ്രതികരണം കിട്ടി. 2024 ഒക്ടോബർ 4 സിനിമ റിലീസ് ചെയ്തു. ആദ്യ സിനിമ ഇറങ്ങി കൃത്യം 5 വർഷത്തിന് ശേഷം $200 മില്യൺ മുടക്കിയെടുത്ത $100 മില്യൺ മാർക്കറ്റിങ്ങിന് വേണ്ടി ചിലവാക്കിയ സിനിമ ആദ്യ വീക്കെൻഡിൽ വെറും $40 മില്യൺ മാത്രമാണ് കളക്ട് ചെയ്തത്. സിനിമ സ്കോർ D ആയിരുന്നു. തിയേറ്ററിൽ പോയി സിനിമ കണ്ട പ്രേക്ഷകരോട് അഭിപ്രായം ചോദിച്ചാണ് ഈ ഗ്രേഡ് കൊടുക്കുന്നത്. ഇതിൽ D ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. സിനിമ വിവാദമായതുകൊണ്ടല്ല അവർ D കൊടുത്തത്, മറിച്ച് സിനിമ കണ്ടവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. ഈ സിനിമ കാണാൻ വന്ന സ്വന്തം പ്രേക്ഷകരെ തന്നെ അത് നിരാശപ്പെടുത്തി. റോട്ടൺ ടൊമാറ്റോസിൽ സിനിമയ്ക്ക് കിട്ടിയത് 33% മാത്രമാണ്. ലോകമെമ്പാടുമായി സിനിമ കളക്ട് ചെയ്തത് വെറും $207 മില്യൺ, ആകെ ചെലവ് $371 മില്യൺ, അതായത് നഷ്ടം $144. 2024 ഏറ്റവും വലിയ പരാജയമായിട്ട് ഈ സിനിമ മാറി. ആദ്യത്തെ സിനിമയിൽ നിന്ന് $437 മില്യൺ ലാഭമുണ്ടാക്കിയ വാർണർ രണ്ടാമത്തെ സിനിമയിൽ $144 മില്യൺ നഷ്ടത്തിൽ എത്തിച്ചേർന്നു. ഒരേ സംവിധായകൻ, ഒരേ നടൻ, ഒരേ കഥാപാത്രം, എന്നിട്ട് 2 സിനിമകളും തമ്മിലുള്ള വ്യത്യാസം $581 മില്യൺ. എന്തുകൊണ്ടാണ്? ആളുകൾക്ക് മ്യൂസിക്കൽ സിനിമ താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്നാണ് പലരും പറയുന്നത്. പക്ഷേ അതൊരു പരിധിവരെ ശരിയാണെങ്കിലും പ്രധാന കാരണം അതല്ല. ആദ്യ സിനിമ വിജയിക്കാൻ കാരണം ആർത്തർ ഫ്ലെക്ക് ആ കഥാപാത്രത്തിലേക്ക് എത്തുന്നത് പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഓരോ സീനിലും ആ സിസ്റ്റം അവനെ പരാജയപ്പെടുത്തുന്നത് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഒടുവിൽ അവൻ പടവുകളിൽ ഡാൻസ് ചെയ്യുമ്പോൾ അതിന് പിന്നിലെ കാരണങ്ങൾ പ്രേക്ഷകർക്ക് അറിയാം. എന്നാൽ രണ്ടാം ഭാഗം ഈ കഥയെ പൂർണ്ണമായി ഇല്ലാതാക്കി. ആർതർ ഫ്ലക്കിനെ വീണ്ടും ആർഖാം അസൈലത്തിൽ കൊണ്ടുവന്ന് ജോക്കർ എന്നത് വേറൊരു വ്യക്തിത്വമാണെന്നും ആർതർ ഫ്ലക്ക് വെറും ഒരു ഇര മാത്രമാണെന്നും സമർത്ഥിക്കാൻ ശ്രമിച്ചു. ജോക്കർ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് ആർതറിനെ കൊണ്ട് തന്നെ ചോദിപ്പിക്കുന്നു. ജോക്കറിലേക്കുള്ള അവൻ്റെ മാറ്റത്തെ ചോദ്യം ചെയ്യുന്നു. ആദ്യ സിനിമ കാണിച്ചു കൊടുത്ത എല്ലാ കാര്യങ്ങളെയും അത് ക്വസ്റ്റ്യൻ ചെയ്തു. ആദ്യ സിനിമയ്ക്ക് $1 ബില്യൺ കളക്ഷൻ നേടിക്കൊടുത്ത അതേ പ്രേക്ഷകർ രണ്ടാം ഭാഗം കാണാൻ പോയത് ആർത്തർ ഫ്ലക്കിൻ്റെ ആ മാറ്റത്തെ ചോദ്യം ചെയ്യുന്നത് കാണാനല്ല, മറിച്ച് അത് ആഘോഷിക്കാനാണ്. ആദ്യ സിനിമ ഉണ്ടാക്കി വെച്ച ആ വലിയ ലോകത്തെ $200 മില്യൺ ചിലവാക്കി അതിൻ്റെ ആരാധകരുടെ മുന്നിലിട്ട് തന്നെ ചവിട്ടി കൂട്ടുകയാണ് ചെയ്തത്. അതൊരു സിനിമയായിരുന്നില്ല, അതൊരു വഞ്ചനയായിരുന്നു. എൻ്റെ അഭിപ്രായം ഇതാണ്. എൻ്റർടൈൻമെൻറ്റ് ലോകത്ത് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ടെസ്റ്റാണ് ജോക്കർ എന്ന് പറഞ്ഞാൽ. ഓരോ തവണ ആ കഥാപാത്രം വരുമ്പോഴും അത് വലിയ വിജയമാകുന്നത് സമൂഹത്തിന് പറയാൻ കഴിയാത്ത പല സത്യങ്ങളും ആ കഥാപാത്രം പറയുന്നത് കൊണ്ടാണ്. 2019 സിനിമ $1 ബില്യൺ നേടിയത് ആളുകൾക്ക് വയലൻസ് ഇഷ്ടമായതുകൊണ്ടല്ല, മറിച്ച് തങ്ങളെ സംരക്ഷിക്കേണ്ട സിസ്റ്റം പരാജയപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് യാതൊരു മറയുമില്ലാതെ വിളിച്ചു പറയുന്ന ഒരു കഥാപാത്രത്തെ കണ്ടെത്തിയതുകൊണ്ടാണ്. മാർവൽ സിനിമകൾ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് സൂപ്പർ പവറുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഹീറോ ആകുമെന്നാണ്. എന്നാൽ ജോക്കർ പറയുന്നത് നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ്, ഈ സിസ്റ്റം നിങ്ങളെ പരാജയപ്പെടുത്തി, നിങ്ങളുടെ ദേഷ്യം ന്യായമാണ് എന്നാണ്. സോ ഇതാണ് ജോക്കറിനെ കുറിച്ചുള്ള കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ടുള്ള എൻ്റെ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്. വീഡിയോ വളരെ ലെങ്തി ആയിരുന്നു എന്ന് എനിക്കറിയാം. കണ്ടിരുന്ന ഓരോരുത്തർക്കും നന്ദി. മാത്രമല്ല നമ്മുടെ സർവീസുകളും അതുപോലെ തന്നെ കോഴ്സുകളും ബ്ലോഗ് പോസ്റ്റും മറ്റ് ചാനലുകളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഇതുപോലത്തെ ഡീപ്പ് ഡൈവ് അനാലിസിസ് വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെ